ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടന്നാലോ. അപ്പോൾ ഞാൻ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. കുറേ ഒന്നുമില്ല, എന്നാലും കുറച്ചുണ്ട്. കാരണം നെയിൽ ആർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഇത് കേട്ടോ. ഇത്രയും നെയിൽ പോളിഷ് തന്നെയാണ് എൻ്റെ. അതല്ലാണ്ട് പിന്നെ വേറൊരു ഇത് ഈ ഒരു പാത്രത്തിലും മൊത്തത്തിൽ നെയിൽ പോളിഷ് ആക്കി വെച്ചേക്കണ. ഇതല്ലാണ്ട് വേറെ കുറേ ഉണ്ടായിരുന്നിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒക്കെ ഒതുക്കി പുറകെ വെച്ചപ്പോൾ കുറേ നെയിൽ പോളിഷ് നമ്മൾ എടുക്കാണ്ട് കട്ടായി പോയിട്ടുണ്ടാകട്ടെ. അപ്പോൾ ഈ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ കട്ടായി പോയാൽ നെയിൽ പോളിഷ് നമുക്ക് രണ്ടാമതും റീയൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് സാനിറ്റൈസർ ഇല്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേരാം. നമ്മൾ സാനിറ്റൈസർ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുലുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ടായത് കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചുകൂടി റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ടിപ്സാണ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ നെയിൽ പോളിഷ് ഇങ്ങനെ കട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അത് വർക്കാവും. ഞാനിപ്പോൾ നെയിൽ ആർട്ട് ചെയ്യണതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ അധികം നമുക്കിങ്ങനെ എപ്പോഴും വാങ്ങിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ വാങ്ങിച്ച് വെച്ച നെയിൽ പോളിഷ് നമ്മൾ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് കട്ടായിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെന്ന് പറയുന്നത് ഇതൊരു ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടിയാട്ടാ. ഇത് ആക്ച്വലി ഇത് നമുക്ക് ഇത് വന്നതാണ് കേട്ടോ. എന്നിട്ടാണ് നെയിൽ പോളിഷ് തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത് ഞാൻ പറയാം, ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ. ഇതിനകത്ത് തന്നെ നെയിൽ ആർട്ടിൻ്റെ ടൂൾസ് ആണ് കേട്ടോ. കുറേ ഇതൊക്കെ ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചേക്കണം കേട്ടോ. ഇത്രയും ഉണ്ട് കേട്ടോ. പല രീതിയിലുള്ള ബ്രഷൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഡോട്ടൊക്കെ ചെയ്യാനായിട്ട് കണ്ട എടുത്ത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഡോട്ടൊക്കെ ചെയ്യാനായിട്ടുള്ളത് കണ്ട ചെറിയ ഇതും അതിൻ്റെ ചെറുത് അങ്ങനെ ഡോട്ട് നെയിലാട്ടൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഉണ്ട് യൂസ് ചെയ്യണത്. ബ്രഷുകൾ തന്നെ കുറേയൊക്കെ ഞാൻ യൂസ് ചെയ്യാത്ത ബ്രഷായിട്ട് എടുത്തിട്ടില്ല, കാരണം എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ചെയ്താക്കണ്ടല്ലോ. ഇപ്പോൾ തന്നെ കുറേ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാട്ടെ ഇതിൻ്റെയൊക്കെ. ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ എൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കുറവിന് കിട്ടുമെന്നുള്ളത് ചെയ്തിട്ടാ. അതൊക്കെയാണ് ഇത്. നമ്മൾ നെയിലാട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പോളിഷ് ഇട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ നെയിലാട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെ കുറേ ഉണ്ട്. അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇനി കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ SQ ഫേസസ് കാനഡ, പിന്നെ അതുപോലെ തന്നെ NYB അതിൻ്റെയൊക്കെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ അത് കട്ടായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളതൊക്കെ ഞാൻ കളഞ്ഞിട്ടാണ്. അപ്പം എൻ്റെ അടുത്തുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് നല്ല ബ്രാൻഡഡ് ആണ് കേട്ടോ. ബ്രാൻഡഡ് നെയിൽ പോളിഷാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം കണ്ട ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കണത്. ശരിക്കും എനിക്ക് ഇതിൻ്റെ ആ ഷെയ്ഡിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ SQൻ്റെ. NYBയുടെ ഉണ്ട് ഇത് SQൻ്റെ. പിന്നെ ഇത് ഫേസസ് കാനഡ ഉണ്ട് ഈ നെയിൽ പോളിഷ്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ആവും കേട്ടോ. ഇതെന്തോ ഞാൻ വാങ്ങിച്ചപ്പോൾ 180 190 ആ റേറ്റൊക്കെ വന്നിട്ടാണ് ഈ ഒരു നെയിൽ പോളിഷിന്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇത് പർപ്പിളുടെ ഉണ്ടാ ഈ നെയിൽ പോളിഷ്. ഇതൊക്കെയാണ് ബ്രാൻഡഡ്. പർപ്പിളുടെ നെയിൽ പോളിഷ് ഉണ്ട്. ഈ നെയിൽ പോളിഷിൽ 2 ടൈപ്പ് നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ ഈ NYBയുടെ ഈ നെയിൽ പോളിഷ് മാറ്റാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഇതും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വേറെ 2-3 ഷെയ്ഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. അത് എവിടെ വെച്ചേക്കണത് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇതൊക്കെ മാറ്റാണ് കേട്ടോ നെയിൽ പോളിഷിൻ്റെ. കുറച്ച് പൈസ കൂടുതലും കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇത്ര ഉണ്ട്. ഇതിലാണ്ട് വേറെ കുറച്ചും കൂടി ഉണ്ട്. അതിന് ഞാൻ വേറെ ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇനി ഇതിലും പൈസ കുറവിലുള്ളതുണ്ട്. നമ്മൾ സാധാരണ നമ്മളെ പെട്ടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും, നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടത്. അതുപോലത്തെ നെയിൽ പോളിഷ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ പെട്ടിക്കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നെയിൽ പോളിഷ് ഉണ്ടാകും. ഇതിന് അധികം പൈസ ഇല്ല, 30-35 രൂപക്കുള്ളതായിരുന്നു റേറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ നെയിൽ പോളിഷ് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ എന്തൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അത് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കട്ടായി പോകട്ടെ ഇതുപോലത്തെ ഇതിൻ്റെ. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡഡ് ഇല്ലേ, നേരത്തെ നമ്മൾ ഫേസസ് കാനഡയുടെയും ചെയ്ത് NYBയുടെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും നാളായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. പക്ഷേ ഇത്ര നാളായിട്ട് അതൊന്നും കട്ടായിട്ടും കൂടി ഇല്ല കേട്ടോ. ഇപ്പോഴും നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഇങ്ങനെ കട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്.
പിന്നെന്ന് പറയുമ്പോൾ ഞാൻ ഈ നെയിൽ ആർട്ടിൻ്റെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ നെയിൽ പോളിഷിൻ്റെ ആവശ്യം വന്നു. ഞാനിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ 1 2 30 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര നഷ്ടമാണ് എനിക്ക്. കാരണം നല്ല പൈസയാവും എനിക്ക്. അതിന് ഒരെണ്ണത്തിന് 30 രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫ്ലിപ്പിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട്, അപ്പോൾ അതാകുമ്പോൾ കോമ്പോ നമുക്ക് കുറേ കിട്ടുമല്ലോ. അപ്പോൾ ആ നെയിൽ പോളിഷ് കളിക്കട്ടെ. പക്ഷെ അത് നല്ല നെയിൽ പോളിഷ് ആട്ടോ. അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. അത് ഇപ്പോഴും കട്ട് ചെയ്യാണ്ട് യൂസ് ചെയ്തിട്ട് കട്ടായിട്ടില്ല. എനിക്ക് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ആ നെയിൽ പോളിഷ് തന്നെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നെയിൽ ആർട്ടിൻ്റെ വീഡിയോ ചെയ്യുന്നത്. മറ്റേ ആ ബ്രാൻഡഡ് ആയിട്ടുള്ള ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കാരണം അത് എവിടെയെങ്കിലും വല്ല ഫംഗ്ഷനോ അങ്ങനെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം നെയിൽ ആർട്ടിൻ്റെ നമുക്ക് എപ്പോഴും കുറച്ച് നേരത്തേക്കാണല്ലോ നമ്മൾ ഇട്ട് അപ്പം തന്നെ വേറെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്ത് കളയും. അപ്പം അതിന് പൈസ കൂടുതലായിട്ട് വാങ്ങിച്ച സാധനം നമ്മൾ പെട്ടെന്ന് കളയുമ്പോൾ നമുക്കൊരു വിഷമം മനസ്സിലാക്കും. അപ്പം ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എവിടെയെങ്കിലും വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അത് ഇടാറുള്ളത്. ഇതുപോലത്തെ നെയിൽ പോളിഷാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ്. കാണാൻ പറ്റുന്നുണ്ടാകാം. ഇതുപോലത്തെ നെയിൽ പോളിഷാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ഇപ്പം ഞാൻ ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി നെയിൽ പോളിഷാണ്. ഇതൊക്കെ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ടേ കൂടെ ആയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ തന്നെ കുറേ ഷെയ്ഡുകളുണ്ട് കേട്ടോ. അതെ, ഈ കളറ്, ഇതിൻ്റെയൊക്കെ പേര് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതെ, ഈ ഒരു ഷെയ്ഡ്, അതേ ഓറഞ്ച്, പിന്നെ ഈ സ്കൈ ബ്ലൂ, ഈ 2 ഷെയ്ഡ്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏകദേശം ഒരു 10-15 നെയിൽ പോളിഷ് ഉണ്ടാകും കേട്ടോ. അതെനിക്ക് എത്ര 100 സംതിങ്ങിനാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നെയിൽ പോളിഷിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ അടിയിൽ ലിങ്ക് ഇട്ടുതരാം നമുക്ക്. പിന്നെ 2 ഉള്ളതായിട്ട് ഇതുപോലത്തെ ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഇട്ടാ. ഇത് നെയിൽ ആർട്ടിന് വേണ്ടി വാങ്ങിച്ചേക്കുന്നതാണ്. ഇത് നെയിൽ പോളിഷ് തന്നെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് പോകട്ടാ. അങ്ങനത്തെ നെയിൽ പോളിഷാണിത്. അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു, ഞാൻ അടിയിൽ ലിങ്ക് ഇട്ടിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ